ട്രേഡേഴ്സ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ മാർക്കറ്റിൽ ഒരു ഡെസ്റ്റിനേഷൻ ട്രേഡിംഗ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള ഒരു ലേക്കിൻ്റെ സൈഡിൽ വണ്ടിൻ്റെ സൈഡിൽ കൊണ്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് മാർക്കറ്റിനെ ഒന്ന് അനലൈസ് ചെയ്ത് ട്രേഡ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല കൂളായൊരു ക്ലൈമറ്റാണ്. മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഡബിൾ ബോട്ടം ഉണ്ടാക്കി മേളിലോട്ട് പോകാൻ മാർക്കറ്റ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു കൺവിക്ഷൻ പ്രകാരം മാർക്കറ്റ് ഒരു ഡൗൺഫോൾ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജസ്റ്റ് ഇതൊരു റിട്രേസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഇതൊരു ട്രാപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ മാർക്കറ്റ് ഇപ്പം അത്യാവശ്യം മേളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു ഡബിൾ ബോട്ടത്തിൻ്റെ ബ്രേക്ക് ഔട്ടോടുകൂടി. പക്ഷേ ഓവറോൾ എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് താഴത്തോട്ട് തന്നെ വരും. മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ചെയ്യാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. ഏതായാലും നമുക്ക് വേണ്ട സെറ്റപ്പ് ഫോം ആവുന്ന ശേഷം, അല്ലെങ്കിൽ ഫോം ആകുമ്പോൾ നമുക്ക് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുക്കാം. അതുവരെ നമുക്ക് ജസ്റ്റ് ഇന്നിപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാനിരിക്കുന്ന സ്ഥലം വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടും വളരെ രസമുള്ളതാണ്. ഏതായാലും നമ്മളുടെ സെറ്റപ്പ് ഫോം ആവട്ടെ. നമുക്ക് ഏതായാലും അതുവരെ ജസ്റ്റ് ഞാൻ ഇരിക്കുന്ന ഈ ഒരു ഇതൊന്നും കൂടെ ഒന്ന് കാണിച്ചത്. എന്താ, നമ്മുടെ വണ്ടി ഞാനിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലേക്കിൻ്റെ സൈഡിലാണ്. നല്ല കാറ്റുണ്ട്, നല്ല ക്ലൈമറ്റാണ്, മഴയൊന്നുമില്ല, കൂൾ ക്ലൈമറ്റാണ്. ജസ്റ്റ് നമ്മളുടെ ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സ്റ്റിയറിങ്ങിലേക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഫൈൻ. ജസ്റ്റ് നമുക്ക് ഇരുന്ന് വാച്ച് ചെയ്യാം മാർക്കറ്റിനെ, എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്. മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് എവിടെ ട്രേഡ് എടുക്കണം, നമുക്കൊരു എൻട്രി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇനി അങ്ങനെയല്ല കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ട്രേഡുകളൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് നമുക്ക് എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി എടുക്കാം. ഞാൻ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് ജോയാലുക്കാസിലെ ജോയേട്ടൻ്റെ ഒരു ബുക്ക്. ജോയേട്ടനൊക്കെ പെട്ടക്കനായിട്ടില്ലേ ബുക്ക്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് മാർക്കറ്റിൽ അത്യാവശ്യം ടൈം കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് ബുക്ക് വായിച്ച് സമയം കളയാമെന്നാണ് വിചാരിക്കുന്നത്. ജസ്റ്റ് ഇതിനിപ്പോൾ ഒരു 3/4 ഭാഗത്തോളം ഞാൻ വായിച്ചു. ഇനി കുറച്ച് പേജസും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ജസ്റ്റ് നമുക്ക് കൂട്ടായിട്ട് ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു കമ്പനിയായിട്ട് ഒരാൾ വന്നിട്ട്, നല്ല മഴക്കാറായിട്ടുണ്ട്. ഞാൻ വന്നിവിടെ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ഇപ്പോൾ വീണ്ടും മഴക്കാറൊക്കെ ആയിട്ടുണ്ട്. കുറേ നേരമായി നമ്മളുടെ സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് വെറുതെ നമുക്ക് മാർക്കറ്റിൽ ടൈം സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ഒരു എൻട്രി പോയിൻറ്റിൽ എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. മാർക്കറ്റ് സ്റ്റിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് പിന്നെ ട്രേഡൊന്നും എടുക്കേണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെ ഒരു ട്രേഡും എൻട്രി എടുത്തിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ വിചാരിച്ച ഡൗൺ ട്രെൻഡ് ചെയ്യുന്നതാണ്. പക്ഷേ മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു എൻട്രി എടുക്കാൻ ഞാൻ വിചാരിച്ചായിരുന്നു, പക്ഷേ അത് കോൺഫിഡൻറ്റ് കിട്ടാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്തു. അവിടെ നിന്നും മാർക്കറ്റ് തിരിച്ച് ഒരു അപ് ട്രെൻഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ട്രേഡൊന്നും എടുത്തില്ല ട്രേഡേഴ്സ്. ഞാൻ ഏതായാലും അവിടുന്ന് ക്വിറ്റ് ചെയ്തു. ഇവിടെ വണ്ടിയിൽ ഫ്യൂവലും ലോ കാണിക്കുന്നു. അപ്പോൾ ഞാൻ ഫ്യൂവൽ അടിച്ച് ഇന്നിപ്പോൾ ട്രേഡൊന്നും വേണ്ട, ഇതോടെ നിർത്താം എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇന്ന് എക്സ്പയറി ആയിട്ട് നമുക്ക് ട്രേഡൊന്നും കിട്ടിയില്ല ട്രേഡേഴ്സ്. നാളെ ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.